രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. അപ്പൊ എന്നിൽ അവന്റെ വചനം വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സി ദ വേർഡ്സ് ഐ സ്പീക്ക്, സിമ്പിൾ, ഇറ്റ് ഈസ് സോ സിമ്പിൾ. നമ്മൾ ഇതിനു വേണ്ടി ഒന്നും പ്രത്യേകം ചിന്തിക്കണ്ട. നമ്മൾ ദ വേർഡ്സ് ഐ സ്പീക്ക് എക്സിബിറ്റ് വാട്ട് ഇസ് ഇൻ മൈ ഹാർട്ട്. ഇല്ലേ, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണമാണ് വാക്കുകൾ. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണം. റൈറ്റ്? ഓർത്താ വളരെ സിമ്പിളായത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണമാണ് അവന്റെ വചനം. ആ വചനമാണ് എന്നിൽ വസിക്കുന്നതെങ്കിൽ എന്നിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ഓ, എത്ര അത്ഭുതകരമായിരിക്കുന്നു അല്ലേ? സോ ഇഫ് ഹിസ് വേർഡ് അബൈഡ്സ് ഇൻ മീ, ദാറ്റ് മീൻസ് ഗോഡ്സ് ഹാർട്ട് ഈസ് ഇൻ മീ. ഇറ്റ് അബൈഡ്സ് ഇൻ മീ. ഐ നോ വാട്ട് ഗോഡ് ഡിസയേഴ്സ്. ഐ നോ. ദൈവത്തിന് ഇഷ്ടം അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചറിയുന്നതിനപ്പുറത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ്, ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ ഈ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഹിമാചലിൽ ഇങ്ങനെ ഐ വാസ് ഇൻ പ്രയർ, ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഗോഡ്, കർത്താവ് പണ്ടൊക്കെ ആണെങ്കിൽ എന്ത് കാര്യം, 2000 കാര്യം ഞാൻ പറയുന്നത്, എന്ത് കാര്യത്തിന് ഞാൻ നിന്നോട് ചോദിച്ചാൽ ഇങ്ങനെ മണിമണിയായിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞു മണിമണിയായിട്ട് ഓരോന്ന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ അന്ന് ഞാൻ വലിയ പ്രതിസന്ധികളൊന്നും അല്ലെങ്കിലും ഐ വാണ്ടഡ് ടു നോ അബൌട്ട് സംതിങ്. അപ്പൊ ഞാൻ കർത്താവ് ചോദിച്ചു എന്താ അതിനകത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്. പക്ഷെ കർത്താവ് ആൻസർ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആൻസർ ഒന്നും പറയാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ കർത്താവിനെ ചോദിച്ചു, ഇതിന് നീ നേരത്തെ ഒക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ തന്നെ എല്ലാത്തിനും ആൻസർ വരുവാണെങ്കിൽ ഇതെന്ത് ഇപ്പൊ നീ എന്നെ ഒന്നും മിണ്ടാത്തെ? എന്നെ കർത്താവ് പറഞ്ഞു, നീ കൊച്ചായിരുന്നപ്പം നീ റോഡിലൂടെ നടക്കാൻ പോകുമ്പോൾ നിന്റെ അപ്പനെ നിന്നോട് പറയുമായിരുന്നു, എടാ മോനെ, പോകുമ്പോൾ നീ ആദ്യം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആദ്യം ഇടത്തോട്ട് നോക്കണം, പിന്നെ വലത്തോട്ട് നോക്കണം, എന്നിട്ട് 2 സ്ഥലത്ത് നിന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം ക്രോസ് ചെയ്യാൻ. അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എന്നാണ് നീ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം എന്നിട്ട് 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഇവിടുന്ന്. എന്തുകൊണ്ടാ? നീ കൊച്ചായിരുന്നു. പക്ഷെ ഇപ്പം നിന്നോട് അതുവല്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം. എനിക്കത് അറിയത്തില്ല, നീ ചോദിക്കത്തില്ലേ? നമ്മള് കോളേജ് പഠിക്കുന്ന ചെറുക്കനോട് എന്താ ഇങ്ങനെ ഓരോന്നിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ ചെയ്ത് വിളിക്കത്തില്ല, ഇല്ലേ? കാര്യം എന്താണെന്നറിയാമോ? അവൻ മച്ചുവറായി കഴിയുമ്പോൾ ഇതൊക്കെ അവൻ പഠിച്ചിരിക്കണം. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളോട് ഓരോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും എന്താ പറയുന്നത്, അവർക്കെല്ലാം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ പ്രായമായി വരുമ്പോഴത്തേക്ക് നമ്മൾ പിള്ളേരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നിനക്കറിയാമല്ലോ, ചില നമ്മൾ പറയും അല്ലേ, നിനക്കറിയത്തില്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞത്, നീ ഇത്രയും നാൾ എന്നോട് നടന്നിട്ട് എന്റെ ഹിതം എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ നിനക്കറിയത്തുള്ളൂ. എന്നോട് കർത്താവ് ചോദിച്ച ചോദ്യമാ, എന്തൊരു കഷ്ടമായത് ഇപ്പോഴും നീ ഓരോന്നിനും എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അതെങ്ങനെ ഇതിങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡു യു തിങ്ക് ദാറ്റ് യു ആർ അബൈഡിങ് ഇൻ മീ? നീ എന്നിൽ വസിക്കുന്നെന്ന് ഞാൻ എന്റെ വചനം നിന്നിൽ വസിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഓരോ പ്രാവശ്യവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നതിനറിയാമോ, നമ്മൾ അവനിലും അവന്റെ വചനം നമ്മളിലും വസിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയമാണ് എന്നിൽ വസിക്കുന്നത്. അവന്റെ ഹൃദയം എന്നിൽ വസിക്കുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല എനിക്ക്. ഓരോന്നിനും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടാത്ത ഒരു സ്റ്റേജിലേക്ക് ഞാൻ വരുന്നു. അതൊരു മച്യൂർ സ്റ്റേജാ. പക്ഷേ കർത്താവ് പറയുന്ന ആ മച്യൂർ സ്റ്റേജിലേക്ക് നിങ്ങൾ വളരണം. ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി കൊടുത്തിരിക്കുന്നതല്ല. അതങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം, ഞാൻ പ്രേരണ സെമിനാറിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഈ സൂപ്പർ സ്റ്റാർ എഫക്ട് നമ്മുടെ ചർച്ചസിൽ അങ്ങ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വന്ന് പ്രസംഗിക്കുന്നവരും ഒക്കെ പറയുന്നത് ഇതൊക്കെ സഹോദരന്മാരെ ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്, ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറ്റണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അങ്ങനെയൊന്നുമില്ല. സ്പിരിച്വൽ എക്സ്പീരിയൻസ് കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപോലെ ഒരുക്കിയിരിക്കുകയാണ്. ഇത് ആർക്കെങ്കിലും ഒരു വരേണ്യവർഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാര്യമൊന്നും അല്ല, അല്ലേ? അതൊക്കെ പിന്നെ ഈ പ്രവാചകന്മാരുടെ ട്രേഡ് പോകാതിരിക്കാൻ അവർ ചിലപ്പോൾ പറയുമായിരിക്കും ഞങ്ങൾ വലിയ സ്പെഷ്യൽ ആൾക്കാരാന്നൊക്കെ. അവരുടെ ട്രേഡ് സീക്രട്ട് അല്ലല്ലോ, എന്താ പറയുന്നത്, അതിന്റെ ആ ട്രേഡിലുള്ളതാണ്. അതായത് അവർ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ വിളിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ ആണെന്ന് ആൾക്കാർ, ഞാൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആ സൂപ്പർ സ്റ്റാർ ഇമേജ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മളെ വഞ്ചിക്കുവാനായിട്ട് ഇടയാകരുത്.
അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് ഡോണ്ട് സേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ്, ഇതൊക്കെ ഞങ്ങൾക്കൊന്നും ഉള്ളതല്ല, ഇതൊക്കെ വലിയ വലിയ ആളുകൾക്കുള്ളത്, അത് ദൈവത്തോട് വളരെ അടുത്ത് കഴിയുന്ന ആളുകൾക്കുള്ളത്, ഇതൊക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ കേട്ടേച്ചങ്ങ് പോകാം. അങ്ങനല്ല. കേട്ടേച്ച് പോകാനായിട്ട് ആരും ഇവിടെ വന്നിരിക്കേണ്ട, ചെയ്യാൻ മനസ്സില്ലാത്തൊരു ആരും ഇവിടെ വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. അതായത് ഇഫ് യു അബൈഡ് ഇൻ ഹിം ആൻഡ് ഇഫ് യുവർ ഹിസ് വേർഡ് അബൈഡ്സ് ഇൻ യു, നിങ്ങൾ അവനിലും അവന്റെ വചനം നിങ്ങളിലും വസിക്കുന്നെങ്കിൽ അവന്റെ ഹൃദയം നിങ്ങളിലേക്ക് അവൻ പകർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇച്ഛകളെ ശുദ്ധീകരിച്ച് എന്താണ്, അവന്റെ ഇഷ്ടം പോലെ തന്നെ നമ്മുടെ ഇഷ്ടമാക്കി തീർക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെ നിർവഹിച്ചു തരുവാൻ അവൻ കഴിയും. ആ വചനം, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. എന്റെ വാക്കുകൾ എന്റെ ഹൃദയമായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. സോ ഗോഡ്സ് വേർഡ് അബൈഡ്സ് ഇൻ മീ. ആ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദ ബെസ്റ്റ് വേ ടു അബൈഡ് ഇൻ ഹിം ഈസ് ടു അലൗ ഹിസ് വേർഡ് ടു അബൈഡ് ഇൻ യു. ഏറ്റവും അവനിൽ വസിക്കാൻ നമുക്ക് സഹായകമാകുന്നത് അവന്റെ വചനത്തെ നമ്മളിൽ വസിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. If you are not ready to allow God's word abides in you, then you cannot abide in him. So അവന്റെ വചനമാണ് അതിന്റെ വാസ്തവത്തിൽ അവന്റെ ഏജന്റ് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് കർത്താവ് പറയുന്നതായ വചനത്തെ, അവന്റെ വചനത്തെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന്റെ 63-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. എന്നിൽ വിശ്വസിക്കാത്തവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. അപ്പോൾ വചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് ദ റിട്ടൺ ഫോം ഓഫ് വാട്ട് യു സേ, ഒരു ബുക്കല്ല. ദൈവവചനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബുക്കല്ല ഇതിനകത്ത് മനസ്സിലാകുന്നത്. എന്താണ്? അത് അക്ഷരമായിട്ട് നിങ്ങളിൽ വന്നിട്ട് ഒരു വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ ബൈബിൾ ക്ലാസ്സുകളുടെ കാര്യം തന്നെ പ്രശ്നം അതാണ്. പണ്ടൊക്കെ എല്ലാവരും ബൈബിൾ ക്ലാസ്സിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപവാസ പ്രാർത്ഥനയിലും ക്രൂസൈഡിലും മാത്രമായി ആളുകൾ ഇൻട്രസ്റ്റ്. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഇപ്പം ഒരു ബൈബിൾ ക്ലാസ് സഭയുടെ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. മിക്കവാറുള്ള സഭകളുടെ എല്ലാം ഒരു വർഷത്തെ ഒരു പ്രോഗ്രാമാണ് എന്ത്, ഒരു ബൈബിൾ ക്ലാസ്, ഒരു കൺവെൻഷൻ, ഒരു ക്രൂസൈഡ്, ഒരു ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന മെയിനായിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ബൈബിൾ ക്ലാസ്. എന്നാ പിന്നെ പിറ്റേ ദിവസമാണ് വിളിച്ചൊരു ക്ലാസ് എടുപ്പിച്ചേക്കാം. ആർക്കാ? പിന്നെ പിറ്റേ ദിവസമാണ് വിളിച്ച് ഒരു ക്ലാസ് എടുപ്പിച്ചേക്കാം. രണ്ട് വലിയ ഔദാര്യം ചെയ്യുന്നത് പോലെ ക്ലാസ് എടുപ്പിച്ചേക്കാം ഇല്ലേ? അപ്പൊ അങ്ങനെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ആത്മാവും ജീവനൊന്നും ആകത്തില്ല. അത് അക്ഷരമായിട്ടേ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറത്തുള്ളൂ. വചനം അക്ഷരമായിട്ട് തന്നെ നിലനിൽക്കുന്ന പല സഭകളുണ്ട്. ചില സഭകൾ വേദപുസ്തകത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന സഭകളാണ്. പക്ഷെ വേദപുസ്തകത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു പറഞ്ഞാലും അവിടെ അടുത്തേലും പറയാം ഒരു ജീവനില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിനെ അവർ അക്ഷരമായിട്ടാണ് കാണുന്നത്. തലനാരിഴ കീറി ഇതെല്ലാം പറയാനും പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് നല്ല അറിവാണ്. പക്ഷെ എന്തുണ്ടാകുന്നില്ല? ജീവനുണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാസേജാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാസേജ് ആയതുകൊണ്ടാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. കർത്താവിനോട് പിശാച് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കും. കർത്താവ് പറഞ്ഞു, there is no need for that. Every word that proceeds from the mouth of the Lord enlivens me. Man shall not live by bread alone, but by the word, every word that proceeds from the mouth of the Lord. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും എന്ത് ചെയ്യുന്നു? അവനെ ജീവിപ്പിക്കുന്നു. എൻലിവൻസ്. സോ വചനം നമ്മളെ എന്ത് ചെയ്യണം? ജീവിപ്പിക്കണം. അങ്ങനെ ജീവിപ്പിക്കുന്നില്ലെങ്കിൽ ആ വചനം കേട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം എന്ന് പറഞ്ഞ് അത് ഒരു എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഒരു വിഗ്രഹമായി പോകരുത്. ഏത് നമുക്ക് ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വചനം കൂടെ ഒരു വിഗ്രഹമാക്കാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത്. എന്തിനാണ്? നമ്മളെ ജീവിപ്പിക്കാനായിട്ട്. അത് ജീവനായിട്ട് പരിണമിക്കണം അല്ലേ? നമ്മൾ വചനം ജീവനായിട്ട് പരിണമിക്കണം. അപ്പോൾ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ജീവനാണ്. അത് നിങ്ങൾക്ക് ജീവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ജീവനാണ് ഇല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. സോ ദ വേർഡ് ഓഫ് ദ ലോർഡ്, ദ വേർഡ് ദാറ്റ് ജീസസ് സ്പോക്ക് and what he speaks even now, when God speaks to you, that becomes life and spirit. And then what happens? Then your desires,
ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ്. യു ആർ ട്രാൻസ്ഫോംഡ്. യു ആർ ട്രാൻസ്ഫോംഡ്. നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇച്ഛകളും രൂപാന്തരപ്പെടുകയാണ്, നമ്മളുടെ ഇഷ്ടങ്ങളും രൂപാന്തരപ്പെടുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. പിന്നീട് പലചരക്കുകളെ നീണ്ട ലിസ്റ്റും കൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കർത്താവിന്റെ അടുത്ത് പോകത്തില്ല. കർത്താവ് ഇതിന്റെ താഴെ ഒന്ന് ഒപ്പിട്ടേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലത്തില്ല. അവിടെ പറയുന്ന കർത്താവേ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ വിൽ ആൻഡ് ഐ എം റെഡി ടു ഡു ദാറ്റ്. കർത്താവേ, ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഒരു സാധാരണ ഒരു ഫ്രേസ് പറയാറുള്ളൊരു കാര്യമാണ്. See, normally prayer, what we do, we just make a list and ask God to sign under it. But it is something different. Prayer is something that you are giving a white paper, a signed white paper, and you are giving it to the Lord and ask God to do or write His will. ശരിക്കും അതാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം എഴുതിയിട്ട് കർത്താവെ സൈൻ ചെയ്യണമെന്ന് പറയുന്നതല്ല. ഒരു സൈൻ ചെയ്ത പേപ്പർ ദൈവത്തിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, കർത്താവെ നിന്റെ ഇഷ്ടം ഇതില് എഴുതണമേ, ഞാൻ സൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ദൈവത്തെ കൊണ്ട് സൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ സൈൻ ചെയ്ത് കർത്താവിന്റെ കൊടുത്തിരിക്കുകയാണ്. അവൻ എന്താ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഇഷ്ടം അവന്റെ ഇഷ്ടമായി തീരുന്നത്. അപ്പോഴാണ് അവനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലവത്തായി തീരുന്നത്. അപ്പോൾ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനിലും അവന്റെ വചനം നമ്മളിലും. പ്രാർത്ഥനയും വചനവും ഒരുമിച്ച് പോകണം. പ്രാർത്ഥനയും വചനവും ഒരുമിച്ച് പോകണം. ജോർജ് മുള്ളർ സാധാരണ പറയാറുണ്ട്, when I want to pray, I just read the Bible and finally, a prayer comes to my heart and I just pray. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആസ്വദിച്ച് ചെയ്യുന്നത്, I read Bible, ഞാൻ വചനം എടുത്ത് വായിക്കുന്നു. അങ്ങനെ വായിച്ച് കർത്താവിനോട് സംസാരിക്കുന്നു. കർത്താവിനോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു പോകുന്നു. സോ വചനത്തിൽ നിന്നാണ് എന്റെ പ്രാർത്ഥന ഉണ്ടായി വരുന്നത്. അതായത് വചനം വായിച്ചേച്ച് പെട്ടെന്ന് ഓടിപ്പോകാനുള്ളൊരു ധൃതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വചനത്തിൽ നിന്ന് പ്രാർത്ഥന രൂപപ്പെട്ട് വരുത്തൊന്നുമില്ല. സോ വെൻ യു സിറ്റ് വിത്ത് യുവർ ബൈബിൾ, പ്രാർത്ഥന ഉരുവാകും. ദൈവവചനമാകുന്ന ഒരു ഫ്രേസ്, ദൈവവചനമാകുന്ന ഉപകരണത്തിലൂടെയാണ് പ്രാർത്ഥന ഉരുവാകുന്നത്. വചനവായനയിൽ പ്രാർത്ഥന രൂപം കൊള്ളുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥനയുടെ രചയിതാവ് തന്നെ ദൈവമായിട്ട് വരും. എന്റെ പ്രാർത്ഥന എഴുതുന്നത് ആരാണ്? ദൈവമാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴെന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? അവന്റെ ഇഷ്ടമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവന്റെ ഇഷ്ടം എന്റെ ഹൃദയത്തിലൂടെ ഇറങ്ങി വരുന്നത് കൊണ്ട് അത് എന്റെ ഇച്ഛയുമാണ്. വചനത്തിലൂടെ അവന്റെ ഇഷ്ടം എന്നിലേക്ക് ഇറങ്ങി കയറി വരുന്നു. അല്ലെങ്കിൽ ഹിസ് ഡിസയർ കംസ് ടു മൈ ഹാർട്ട് and that creates a prayer and then I just pronounce it and what happens? That becomes my desire. But അടിസ്ഥാനപരമായി ഇത് ആരുടെ ഡിസയർ ആണ്? God's desire. സോ പ്രാർത്ഥനയുടെ രചയിതാവ് തന്നെ ദൈവമായി തീരുന്ന ഒരു സ്റ്റേജ്. ആററ്റോട് പറഞ്ഞൊരു വാചകം, ദൈവവചനമാകുന്ന അഗ്നി കൊണ്ട് പ്രാർത്ഥനയാകുന്ന അഗ്നി കത്തിക്കുമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഒരു വിഷമതകളും ഉണ്ടാകില്ലെന്ന്. ദൈവവചനമാകുന്ന അഗ്നി കൊണ്ട് പ്രാർത്ഥനയുടെ അഗ്നി കത്തിക്കുകയാണെങ്കിൽ, വചനം വായിക്കുക, നമ്മൾ ചില 10 മിനിറ്റ് ആയിരിക്കും വചനം വായിക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം we are reading Bible and then all of a sudden with that fire we just അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥനയുടെ തിരിക്ക് തീ കൊളുത്തുകയാണ്. പ്രാർത്ഥനയുടെ തിരിക്ക് തീ കൊളുത്തുന്നത് എന്ത് തീയും കൊണ്ടാണ്? വചനത്തിന്റെ തീ കൊണ്ട്. അപ്പൊ പിന്നെ പ്രാർത്ഥനയിൽ നമുക്ക് യാതൊരു വിഷമതകളും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ ഇച്ഛകളെ ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ വചനം നമ്മിൽ ആക്കിക്കൊണ്ട് അവന്റെ ഇഷ്ടം എന്നിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത്, ഞാൻ അവനോട് വസിക്കുമ്പോഴത്തേക്ക് എന്താണ്? എന്നിലേക്ക് അവന്റെ ജീവരസം ഒഴി വരുന്നത് പോലെ, എന്നെ ജീവിപ്പിക്കുന്നത് പോലെ അവന്റെ വചനം ജീവനും ആത്മാവുമായി തീരുന്നത് കൊണ്ട് naturally what happens? His desire becomes my desire. And when I pray my desires, it is not my desire. In fact, it is God's desire. And really God doesn't have any problem to fulfill His desires. അപ്പൊ 1 യോഹന്നാൻ 5:17 നമ്മൾ വായിച്ച ഭാഗവും യോഹന്നാൻ 15:7 ഭാഗത്ത് വായിച്ച വാക്യവും നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഇല്ലേ? യു അണ്ടർസ്റ്റാൻഡ്? ആദ്യം നമ്മൾ പറഞ്ഞു അവന്റെ ഇഷ്ടം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു വരും. ഇവിടെ പറയാണ്, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ഇച്ഛകൾ നീ ദൈവത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിന്റെ ഇച്ഛകൾ കർത്താവ് സാധിച്ചു തരും. പക്ഷെ അതിനിടയ്ക്കൊരു കാര്യമുണ്ട്. എന്ത്? നമ്മൾ അവനിൽ വസിക്കുകയും അവന്റെ വചനം നമ്മളിൽ വസിക്കുകയും അവന്റെ ഹൃദയം നമ്മളിലേക്ക് പകരപ്പെടുകയും അങ്ങനെ ഫൈനലി എന്താ സംഭവിക്കുന്നത്? അവന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളായി തീരുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഹല്ലേലൂയ. അതാ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇത് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ്. ആ വാക്യത്തിൽ തന്നെയുള്ള പല എംഫസിസ് ഉണ്ട്. അതിനകത്ത് ഓരോ എംഫസിസ് എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞായിരുന്നു. We are not going to God in our own name, but in the name of Jesus.
അല്ലേ? എന്റെ സ്വന്തം പേരിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ എനിക്ക് അവിടെ ബാങ്കിൽ അക്കൗണ്ട് ഒന്നുമില്ല. ഞാൻ ബാങ്കിൽ അക്കൗണ്ടിലെ കാര്യം പറഞ്ഞല്ലോ അല്ലേ? എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല. എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ ഞാൻ 5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്താൽ അത് മാറത്തിലാണെന്ന് അവിടെ ആടിയിരിപ്പില്ല. സ്വർഗത്തിൽ ആകെ ഒരാൾക്ക് അക്കൗണ്ട് ഉള്ളത് യേശുവിനാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ യേശുവിന്റെ അക്കൗണ്ടിൽ കൂടെ കയറി ചെല്ലണം. അതാണ് അവന്റെ നാമത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. തന്റെ പ്രിയനുറക്കത്തിൽ നൽകും ദൈവത്തെ സ്തുതിച്ചിടുവാൻ. തന്റെ പ്രിയനുറക്കത്തിൽ നൽകും ദൈവത്തെ സ്തുതിച്ചിടുവാൻ. അതികാലത്തുണർന്നു പ്രാർത്ഥിപ്പാൻ ദൈവമേ കൃപ നൽകണേ. അതികാലത്തുണർന്നു പ്രാർത്ഥിപ്പാൻ ദൈവമേ കൃപ നൽകണേ. രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. ഒരുക്കത്തോടെ ഞാനിതാ തിരുസന്നിധി അണഞ്ഞിടുന്നേ. മാന്നീർത്തോടിനായെന്ന പോലെ ഉള്ളം ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ, മാന്നീർത്തോടിനായെന്ന പോലെ ഉള്ളം ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ, എന്നാത്മാവിൻ ദാഹം തീർത്തിടാൻ ആത്മനദിയോ
രാവിലെ എന്റെ പ്രാർത്ഥന എന്റെ ദൈവമേ അങ്ങു കേൾക്കണേ. ഒരുക്കത്തോടെ